എല്ലാവർക്കും നമസ്കാരം. നാളെ കാസർഗോഡ് കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥലത്ത് നാളെ സമസ്തയുടെ സെനറ്ററി സെലിബ്രേഷൻസ് നടക്കാൻ പോകുന്നു. ഇതിന് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പാർക്കിംഗ് സ്ഥലങ്ങളായാലും ട്രാഫിക് ക്രമീകരണങ്ങളായാലും നമ്മുടെ ഫംഗ്ഷൻ സ്ഥലത്തുള്ള ക്രമീകരണങ്ങളായാലും എല്ലാം വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് കഴിഞ്ഞു. 1000-ഓളം പോലീസ് സേനയാണ് നാളെ ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത്. കൂടാതെ സമസ്ത വോളണ്ടിയേഴ്സ് വികായ വോളണ്ടിയേഴ്സും കൂടി നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള പാർക്കിംഗ് സ്ഥലങ്ങളുടെ ഒരു PDF തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ എവിടെയാണ് പാർക്കിംഗ് സ്ഥലങ്ങളുള്ളത് എന്ന കാര്യം കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഡൈവർഷൻ സ്ഥലങ്ങൾ എവിടെയാണോ ഡൈവർഷൻ സ്ഥലത്ത് നമ്മുടെ പോലീസ് സേനയും നമ്മുടെ വോളണ്ടിയർ സേനയും അവിടെ ഉണ്ടാവും. അവർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അതേസമയം അവിടെ കൂടുതൽ സമയമെടുക്കാതെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് പാർക്കിംഗ് സ്ഥലങ്ങൾ എത്തിയാൽ എല്ലാ ആൾക്കാരും നമുക്ക് ഇവിടെ എത്തിച്ചേർത്താൻ പറ്റും. കൂടാതെ പല നിർദ്ദേശങ്ങൾ ആ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നാളെ നടക്കാൻ പോകുന്ന പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളുണ്ട്. നന്ദി, നമസ്കാരം. സാർ, ഒന്നുകൂടി ഈ ഡ്രൈവർമാർക്കൊക്കെ ഉള്ളൊരു നിർദ്ദേശം എങ്ങനെയാണ് നമുക്ക് ജനറലായിട്ട് കൊടുക്കാൻ പറ്റുക? അതുപോലെ തന്നെ റോഡിലൂടെ നടന്നു വരുന്ന ആളുകൾ അവർക്കൊക്കെയുള്ളൊരു പൊതുവായിട്ടുള്ളൊരു നിർദ്ദേശം എന്താണ്? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നാളെ പെരിയ ജംഗ്ഷനിൽ പെരിയാട്ടെടുക്കാൻ ജംഗ്ഷൻ വരെ ഉച്ചക്ക് 2 മണി 12 മണി 1 മണി 1 മണി ആവുമ്പോൾ അവിടെ ഓൾറെഡി വെഹിക്കിൾസ് വന്ന പാർക്കിംഗ് ഗ്രൗണ്ട്സ് വിനിയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടോ. 12 മണി 1 മണി ആവുമ്പോൾ നമുക്ക് ആ ഏരിയ മൊത്തം സ്റ്റെറൈലാക്കാനാണ് പോകുന്നത്. പെരിയാട്ടെടുക്കാൻ പെരിയ ജംഗ്ഷനിൽ നിന്ന് പെരിയാട്ടെടുക്കാൻ നമുക്ക് റൈറ്റ് എടുത്തിട്ട് അവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ട്സിൽ കയറാം. കൂടാതെ പെരിയ ജംഗ്ഷൻ കാനങ്ങാട് ഭാഗത്ത് നിന്ന് പറഞ്ഞ ആൾക്കാർ, സൗത്ത് ഭാഗത്ത് നിന്ന് പറഞ്ഞ ആൾക്കാർ കാനങ്ങാടിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഇഷ്ടംപോലെ ചെറുക്കപ്പാറ മുതൽ ബേക്കൽ വരെയുള്ള പാർക്കിംഗ് ഗ്രൗണ്ട്സ് ഉണ്ട്. നമ്മുടെ ചാലിങ്കൽ പാർക്കിംഗ് ഗ്രൗണ്ട് ഏകദേശം 1000 വെഹിക്കിൾ ഫിറ്റാവുന്ന ബസ്സുകൾ ഫിറ്റാവുന്ന ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണ്. അവിടെ എൻ്റെ അഭ്യർത്ഥന, അവിടെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് അവിടെ നിന്ന് മൂവ് ആയാൽ അവിടെ നിന്ന് പെട്ടെന്നൊരു 5-6 സെക്കൻഡ് എടുത്തിട്ട് മാത്രം നമ്മുടെ നിർദ്ദേശം പാലിച്ച് മാത്രം ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പോവുക. അത് കേട്ടിട്ട് മാത്രം പെട്ടെന്ന് പോയാൽ നമുക്ക് പെട്ടെന്ന് മൂവ്മെൻറ്റ് ഉണ്ടാവും. അതർവൈസ് ബ്ലോക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും.